ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ആൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വ്യക്തി ഒരുപാട് മാറുകയാണ്. യൂണിവേഴ്സ് ആ വ്യക്തിയെ ഒരുപാട് മാറ്റത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് നോക്കിയാലോ? ത്രീ ഓഫ് കപ്പാണ് ബോട്ടം. ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് നൈൻ ഓഫ് സോഡാണ്. നൈൻ ഓഫ് സോഡ് എന്നിട്ട് മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലാണ്. ഫസ്റ്റ് കാർഡ് തന്നെ നൈൻ ഓഫ് സോഡാണ്. അത്രമാത്രം തകർന്നിട്ട് എന്താ പറയുക, തകർന്നൊരവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. ഉത്കണ്ഠ, പേടി സ്വപ്നങ്ങൾ, ഉറക്കമില്ലായ്മ. ഡൈനോസോഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഉറങ്ങാൻ പറ്റുന്നില്ല, ദുഃഖിക്കുന്ന, എടുത്തുപോയ തീരുമാനത്തിൽ ദുഃഖിക്കുന്ന, അത്രയും ഈഗോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഈഗോ കാരണം മാപ്പ് പറയാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കുറ്റബോധം, എൻസൈറ്റി, ഒരു മാനസികമായി തകർന്ന അവസ്ഥ. ഫസ്റ്റ് കാർഡ് തന്നെ നൈനോസോഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും വിഷമിക്കുന്നു ആ വ്യക്തി. അത്രയും എടുത്തുപോയ എന്താ പറയാ, എടുത്തുപോയ ആ തീരുമാനത്തിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എങ്ങനെ വരും, എങ്ങനെ അതിൻ്റെ തീക്ഷ്ണമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. എന്താ പറയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പല ആൾക്കാരും നമ്മുടെ ലൈഫ് അത് കഴിഞ്ഞ് ഒരു നെക്സ്റ്റ് ഒരു പ്രണയം ആരെങ്കിലും നീട്ടുമ്പോഴത്തേക്ക് സ്വന്തം മക്കളെ വരെ ഇട്ടേച്ച് പോകുന്ന പലരും ഇന്ന് ഉണ്ട്. അവർക്ക് പോലുമുള്ളൊരു വാണിംഗ് ആണ് എനിക്ക് ഈ കാർഡ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്താ പറഞ്ഞാൽ, എടുത്തു ചാടി നമ്മുടെ കുഞ്ഞുങ്ങളെ, ചെറിയ കുഞ്ഞു മക്കളെ വരെ ഇട്ടിട്ട് പോകുന്ന പേരൻസ് ഉണ്ട്. അത് ആണാലും പെണ്ണാലും ഇന്ന് സംഭവിക്കുന്നത് അതാണ്. പോയി കഴിഞ്ഞ് അവിടെ 1 വർഷം 2 വർഷം അടിച്ചു പൊളിക്കും. അത് കഴിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ട് മക്കളെ ഓർക്കുമ്പം ഇങ്ങോട്ടേക്ക് ഓടി വരണമെന്ന് തോന്നും. പക്ഷേ ഇങ്ങോട്ട് വരാനും പറ്റില്ല. അവിടുത്തെ സുഖം അവിടെ നശിക്കും. ഒരു 2 വർഷം ഏകദേശം പോകും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് നാട്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കല്ലെടുത്തെറിയും. അപ്പം എവിടെയും ഇല്ലാത്തൊരവസ്ഥ, എവിടെയും ആരും സ്വീകരിക്കാത്തൊരവസ്ഥ വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഒരുപാട് ഇപ്പം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവനവൻ്റെ കുഞ്ഞു മക്കളെയും അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണറെയും ഉപേക്ഷിച്ചിട്ട് പുതിയ ഒന്ന് കാണുമ്പോൾ അതിലേക്ക് അങ്ങ് എടുത്ത് ചാടും. പിന്നെ അത് തിരിച്ച് ഇങ്ങോട്ട് പോരാൻ കഴിയില്ല. പിന്നെ ആത്മഹത്യ ഉണ്ടാവുള്ളൂ. പിന്നെ ആള് കല്ലെറിയുന്നൊരു അവസ്ഥ വരും. ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കല്ലെറിയും. സ്വന്തം മക്കൾ എന്ന് പറഞ്ഞാൽ എന്തായാലും അങ്ങനെ കാന്തം വലിക്കുന്ന പോലെ വലിക്കും. സ്വന്തം മക്കളെ അങ്ങനെയാണ്.
അതാണ് പ്രകൃതി സൃഷ്ടിച്ചിരിക്കുമ്പം തന്നെ നമ്മളെ മക്കളെ നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വലിയും. ഒരു സ്നേഹം കാണിച്ചിട്ട് സ്നേഹം അഭിനയിച്ച് വരുന്ന ആളെയിൽ അങ്ങ് വീണു പോയിട്ട് എടുത്തു ചാടി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ പറയാൻ യൂണിവേഴ്സ് പറയുന്നത്. അതാരായാലും ശരി എടുത്ത് ചാടുമ്പം ഓർക്കണം ഇത്. അപ്പം നൈനോസോഡ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടിട്ട് ദുഃഖിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടീൻ്റെ ഇതിൽ മയങ്ങി അങ്ങ് വീണുപോയി. പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടീൻ്റെ ശരിയായ രൂപം കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരുമല്ലോ. ആദ്യം വലിയ അഭിനയവും അട്രാക്റ്റ് ചെയ്യിപ്പിക്കലും എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തനി രൂപം എത്ര കാലം മൂടി വെക്കാൻ പറ്റും? തനി രൂപം പുറത്തോട്ട് വരുമ്പം അതിൽ നിന്ന് ഊരി പോരാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് ഞാനിവിടെ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവനവൻ്റെ ശരിയായിട്ടുള്ള സ്നേഹമാണ് ഇവിടെ ഉണ്ടാവുക. അതിൽ പോളിഷ് സ്നേഹമായിരിക്കില്ല, അത് ഒറിജിനൽ ആയിരിക്കും. ഈ പോളിഷ് കാണിച്ച് വരുന്നവരാ വിശ്വസിച്ച് അങ്ങോട്ട് എല്ലാം മറന്നങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരില്ലെങ്ങനെയാ? അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നൊരവസ്ഥ. അതാ ഇവിടെ കാണുന്നേ. അതാണ് ഞാനിത് പറയാൻ കാരണം കേട്ടോ. അങ്ങുമില്ല ഇങ്ങുമില്ലാത്ത അവസ്ഥയായിട്ട് മാറുന്നൊരവസ്ഥ. അടുത്തത് ക്യൂൺ ഓഫ് പെൻഡിക്കലാണ്. ക്യൂൺ ഓഫ് പെൻഡിക്കൽ എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ സ്റ്റേബിളായ ഒരു സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു ലൈഫ് വേണം. ആ ദുഃഖത്തിൽ നിന്നെല്ലാം തിരിച്ച് വരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആ വ്യക്തിയിലേക്ക് സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. ഒരു കോൺഫിഡൻ്റ് എല്ലാം വരുത്തണം. എന്തായാലും ആ ദുഃഖത്തിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, തിരിച്ച് വരണം, തിരിച്ച് പിടിക്കണം. നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹത്തെ പറ്റിയും നിങ്ങളുടെ കെയറിങ്ങിനെ പറ്റിയും നിങ്ങളുടെ ആ ഒരു എല്ലാ ഇതും ഓർമ്മയിലേക്ക് വരുമ്പം ദുഃഖത്തിന്റെ കടുപ്പം, ദുഃഖത്തിൽ അങ്ങനെ ആഴ്ന്നു പോവുകയാണ്. ഇത്രയും തേർഡ് പാർട്ടീൻ്റെ ശരിയായ രൂപങ്ങൾ കണ്ടപ്പോഴാണ് എന്തായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു എന്ന തിരിച്ചറിവ് വരുന്നത്. അടുത്തത് കിങ് ഓഫ് കപ്പാണ്. കിങ് ഓഫ് സ്നേഹത്തിൽ വിജയിച്ച വ്യക്തി. സ്നേഹമായിരുന്നു, ഒറിജിനൽ സ്നേഹമായിരുന്നു രണ്ടുപേരുടേതും. അത് വിട്ടിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റിന്റെ വയ്യ പോയത്. എല്ലാം ഇട്ടേച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റിന്റെ വയ്യ പോയ സംഭവമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് എത്ര കാലം അഭിനയിക്കുന്നതിനൊരു കണക്കില്ലേ? അപ്പം ശരിയായിട്ടുള്ള ഒറിജിനലിനെ വിട്ടിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റിലേക്ക് പോയിരിക്കുന്നത്. അപ്പോഴാണ് ദീർഘവീക്ഷണമെല്ലാം വരുന്നത്. ഇപ്പൊ നിങ്ങൾ ബൗണ്ടറി വെച്ചിരിക്കുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത്. ബൗണ്ടറി വെച്ചിരിക്കുന്നു, എങ്ങനെ ഇപ്പം ഞാൻ തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. തെറ്റ് പറ്റിയത് പറ്റി, തിരിച്ചു പോരൂ എന്നാണ് പറയുന്നത്. മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഇപ്പം പൊട്ടിക്കരയാന്ന് രാത്രി ചെയ്യുന്നത്. ഫസ്റ്റ് കാർഡ് കണ്ടില്ലേ, നൈനോസോഡ്. അത്രയും ഹൃദയം പൊട്ടിക്കരയാണ്, ആരും കാണാതെ കരയാന്ന്. പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമിക്കുന്നു. ഓരോ സാഹചര്യത്തില് അങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഉള്ളുകൊണ്ട് പശ്ചാത്തപിച്ച് വരികയാണെങ്കിൽ സ്വീകരിക്കണം. അങ്ങനത്തെ നമ്മൾ ഉള്ളിൽ തന്നെ പശ്ചാത്താപം കൊണ്ടുവരുന്ന വ്യക്തികളാ സ്വീകരിക്കാം. അവർ പിന്നെ ആ തെറ്റ് ആവർത്തിക്കൂല. അവർ ഉറപ്പായിട്ടും വരും. അങ്ങനത്തെ ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്, പശ്ചാത്താപം കൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. എത്രയും അങ്ങ് തല്ലിപ്പിരിഞ്ഞാലും നിങ്ങൾ ഒന്നു ചേരേണ്ടവരാണ്. ഇവിടെ സൺ കാർഡ് കിട്ടിയിരിക്കുന്നത്. ഇത് അതിതീക്ഷ്ണമായ സ്നേഹവുമായിട്ട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. അടുത്തത് സൺ കാർഡാണ്. സൺ കാർഡ് എന്ന് പറഞ്ഞാല് ഇത്രയും വേദനാജനകമായ ഒരവസ്ഥയിൽ നിന്ന് ആ വ്യക്തി സൺ കാർഡിലേക്ക് എത്തി. ഇതെന്ന് പറഞ്ഞാല് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്ങോടുകൂടെയുള്ള മുൻജന്മത്തിലേ ഉള്ള കണക്ഷനാണ്. അപ്പം ഇത് ഇങ്ങനെയല്ല സംഭവിച്ചത്. എന്താ? കർമ്മയാണ്. കർമ്മയെല്ലാം അനുഭവിച്ചു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി ഒന്നും അനുഭവിക്കാനില്ല. എന്താണ് ഇനി? ആ വ്യക്തിക്ക് ഒരിക്കലും തെറ്റ് പറ്റൂല. ഇനി ഒരു തേർഡ് പാർട്ടി എന്ത് അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും ആ വ്യക്തി അങ്ങനത്തെ കുഴിയിൽ വീഴില്ല
എന്താ പറഞ്ഞാൽ ആ വ്യക്തി അത്രക്ക് അനുഭവിച്ചു. എന്താണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന സംഭവം, എന്താണ് മയക്കി എടുക്കുമ്പം ഒരാളും വീണു പോറുന്നുള്ള സന്ദേശം ഇനി ആ വ്യക്തി തരും. കിങ് ഓഫ് കപ്പ് കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നത് സൺ കാർഡ്. അത്രയും വെളിച്ചത്തിലേക്കാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള എല്ലാ ഇരുളും നീങ്ങിക്കിട്ടി. ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്ത് അങ്ങനെ ആ വ്യക്തിനെ നിങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് പോയതാണ്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് സൂര്യൻ ഉദിച്ചു, ആ വ്യക്തിക്ക് വെളിച്ചം വന്നു. അപ്പം മനസ്സിലാക്കുന്നത് എൻ്റെ എല്ലാവിധ സക്സസ്സും നീയാണ്, എൻ്റെ ലൈറ്റ് നീയാണ്, എൻ്റെ എല്ലാം നീയാണ്, എനിക്ക് എങ്ങനെയും നിന്നിൽ എത്തിയാൽ പറ്റും, ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് നിന്നിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു വ്യക്തിയാണ്. ഇത് അത്രയും ബോണ്ടിങ് ആയ ഒരു കണക്ഷനാണ്. അതിൻ്റെ ഈ തെറ്റുകൾ സംഭവിച്ച എന്താ കർമ്മ ഇതെല്ലാം അനുഭവിക്കാനുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി അതെല്ലാം തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി ജീവിതത്തിൽ പഠിക്കേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റൂല, അത് ഉറപ്പ് തന്നെയാണ് കേട്ടോ. അടുത്തത് 7 ഓഫ് കപ്പാണ്. 7 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അഡിഷനിൽ പെട്ടുപോയതാണ്. ഇങ്ങനത്തെ ഓരോ അഡിഷനിൽ ഓരോ ടൈമിൽ സംഭവിച്ചു പോയി. തെറ്റിദ്ധാരണ, ഒരു ശ്രദ്ധിച്ച് തീരുമാനം എടുക്കാൻ പറ്റാത്ത, ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് കണ്ടു. അത് എനിക്കൊരു ഒരുപാടുണ്ട്, അതിലൊരു ഓപ്ഷനാണ് നിങ്ങൾ എന്നത് തെറ്റിദ്ധരിച്ചേ. അപ്പോൾ അതെല്ലാം എന്നുള്ളത് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തു. അതാണ് ഇവിടെ സൺ കാർഡ് വന്നിരിക്കുന്നത്. ഇത് അങ്ങനെ ഒരു ബന്ധമല്ല, ഇത് യൂണിവേഴ്സ് കൂട്ടിച്ചേർത്ത ബന്ധമാണ്. എല്ലാവിധ സക്സസ്സും നല്ലൊരു സ്റ്റെബിലിറ്റിയോട് കൂടെ അത്രയും നല്ലൊരു രീതിയിൽ പോകേണ്ട കണക്ഷനാണ്. അല്ലെങ്കിൽ ഇവിടെ സൺ കാർഡ് കിട്ടൂല. അപ്പം യൂണിവേഴ്സിന്റെ തന്നെ ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇത്ര പെട്ടെന്ന് ഈ തിരിച്ചറിവെല്ലാം കിട്ടിയത്. വാക്ക് പാലിക്കണം. തേർഡ് പാർട്ടിനെല്ലാം അതിൻ്റെ അടുക്കുന്ന എന്ത് ബ്ലാക്ക് മാജിക് ചെയ്താലും സണ്ണിലേക്ക് എത്തി. ആ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടായപ്പോൾ തന്നെ യൂണിവേഴ്സ് ചേർത്ത് നിർത്തി. അതാണ് സൺ കാർഡ്, വെളിച്ചം കൊടുത്തു. നിങ്ങളില്ലാതെ പറ്റില്ല. അതന്നെ ആ വ്യക്തിയുടെ ഉറച്ച ആ മാറ്റം വളരെ വളരെ മാറ്റത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ വ്യക്തി തിരിച്ചു വരുമെന്ന്. നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. നിങ്ങളെല്ലാം സ്റ്റോപ്പായി എന്ന് വിചാരിച്ചൊക്കെയാണ്. പക്ഷെ അതല്ല, വളരെ വളരെ ചേഞ്ചിലാണ് ആ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ചേഞ്ചിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. അടുത്തത് 2 ഓഫ് കപ്പ്. 2 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്വിൻ കണക്ഷനാണ് എന്നിട്ടാണ് ഇത്രയും ചതിയും ചെയ്തിട്ട് മുങ്ങിയിരിക്കുന്നത്. അതെല്ലാം കർമ്മ തീർത്തിട്ട് ആ വ്യക്തി അത്രയും നല്ലൊരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. സൺ കാർഡ് വന്ന് അത്രയും ആ വ്യക്തി പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ 2 ഓഫ് കപ്പ്. രണ്ടുപേരും ഒന്നാവേണ്ടവരാണ്. ആ തേർഡ് പാർട്ടിയിലേക്ക് എത്തി അവിടെ നിന്നപ്പോഴാണ് ആ ശരിയായിട്ടുള്ള സ്നേഹം എന്തായിരുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് തിരിച്ചറിവ് കൊടുത്തിട്ട് വരുന്നത്. നിങ്ങൾ അത്രയും ദൈവികമായ കണക്ഷനാണ്. നിങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടേ ആ വ്യക്തിക്ക് ഇനി ഉറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ യഥാർത്ഥ ശ്വാസം നിന്റെ അടുക്ക് എത്തിയാലേ എനിക്ക് ശ്വാസോച്ഛ്വാസം തന്നെ ശരിക്കും വലിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് ആ വ്യക്തി ഓടി വരുന്നത്. ഇവിടെ 2 ഓഫ് കപ്പാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളിൽ എത്തിപ്പെട്ട് നിങ്ങളെ പഴയതിലും കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അത്രയും മാറിയിട്ട് തെറ്റുകളെല്ലാം മനസ്സിലാക്കി അതെല്ലാം തിരുത്തി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിക്ക് മനസ്സിലായി ഇത് എൻ്റെ യഥാർത്ഥ സ്നേഹം എന്താണ്, ബാക്കിയെല്ലാം വെറും തരികട സ്നേഹമാണ് എന്നുള്ളത് ആ വ്യക്തി ശരിക്കും മനസ്സിലാക്കിയിട്ട് ഓടി വരികയാണ്. അടുത്തത് ഏസ് ഓഫ് കപ്പ്. മനസ്സ് നിറഞ്ഞിട്ടുള്ള എന്താ പറയാ, ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അണ പൊട്ടിയിട്ട് അങ്ങനെ സ്നേഹം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പറ്റിയ തെറ്റ് എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വഴിഞ്ഞൊഴുകുക. സ്നേഹം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
ഒരിക്കൽ ഓടി നിങ്ങളെ എടുക്ക വന്ന് നിങ്ങളെ കാല് പിടിച്ചിട്ടായാലും നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം. ആ വ്യക്തിക്ക് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് അപേക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് ആ സ്നേഹം ഇങ്ങനെ ഉറക്കമില്ലായ്മയും സ്നേഹം ഇങ്ങനെ ഏസോഫ് കപ്പിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അറിയാലോ, വഴിഞ്ഞൊഴുകുക, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സ്നേഹമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്. തിരിച്ച് നേടണം. മിസ് ചെയ്യുന്നത് ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് അങ്ങനെ പ്രവഹിക്കുക. നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളിനി എങ്ങനെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ നേടിയേ പറ്റുമെന്ന്. മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല. നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഓടി വരികയാണ്. അടുത്തത് ക്യൂൺ ഓഫ് കപ്പാണ്. ക്യൂൺ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി അങ്ങനെ ദുഃഖം, അത്രയും അണപൊട്ടുന്ന ദുഃഖം, ഒരു നിങ്ങളോടുള്ള സഹാനുഭൂതിയും സ്നേഹവും എല്ലാം കൂടിയുള്ള ഒരു വികാരം. ഇമോഷണലി കണക്റ്റാണ്. ഇത്രയെല്ലാം ചെയ്തു പോയിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. ആ മനസ്സിൽ നിന്നുള്ള വിങ്ങിപ്പൊട്ടുന്ന ആ ഒരു ഇത് വിട്ടുപോയിട്ടും നിങ്ങൾ ആ വ്യക്തിനെ മനസ്സൊന്നും വിടാൻ പറ്റൂല. ഇവിടെ 2 ഓഫ് കപ്പല്ലേ കിട്ടിയിരിക്കുന്നത്. എന്ത് തെറ്റ് ചെയ്തിട്ട് വഞ്ചിച്ചു പോയാലും നിങ്ങൾക്ക് മനസ്സൊന്ന് വിടാൻ കഴിയില്ല. അത് തന്നെയാണ് ആ വ്യക്തിക്കും അങ്ങനെ എത്രയും വേഗം തിരിച്ചറിവ് വന്നിട്ട് ഓടി വരുന്നത്. 2 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ബോണ്ടിങ് ആണ്. അടുത്തത് ക്യൂൺ ഓഫ് കപ്പ്. ഇമോഷണലി കണക്റ്റഡ് ആണ്. ശരിയായ സ്നേഹത്തിൻ്റെ തീക്ഷ്ണത ആ യൂണിവേഴ്സ് അങ്ങനെ ഇട്ട് കൊടുക്കുക. ആ വ്യക്തിക്ക് തിരിച്ചു വരാൻ വേണ്ടി തിരിച്ച് ഓടിപ്പോര്. ഇതാണ് അട്രാക്റ്റ്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഇതങ്ങനെ യൂണിവേഴ്സ് അങ്ങനെ സൺ കാർഡ് കിട്ടി പ്രകാശം കൊടുത്തു ആ മനസ്സിലേക്ക്. അത് കഴിഞ്ഞ് ആ വ്യക്തി തിരിച്ചു വരികയാണ്. തെറ്റ് ചെയ്തു പോയി, ഒരുപാട് സ്നേഹമാണ് തോന്നുന്നത്. ഇത്രയൊന്നും ഇങ്ങനെ സങ്കടം പിടിച്ചു നിൽക്കേണ്ട, സങ്കടത്തെ വിട്ടുകളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇത്രയും അതിയായ സങ്കടം കൊണ്ട് യൂണിവേഴ്സിന് തന്നെ ഒരു സ്നേഹം തോന്നുക. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് വേഗം തിരിച്ചറിവ് കൊടുത്ത് സങ്കടത്തെ വിട്ടുകളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. തെറ്റ് ചെയ്തു പോയി, ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട് തോന്നുന്നത്. ആ വ്യക്തിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ മാത്രമാണ്. ഇപ്പാണ് എന്നല്ല, ഇനി അങ്ങോളം അങ്ങനെ തന്നെ ആയിരിക്കും. അത്രയും മനസ്സിൽ അട്രാക്റ്റ് തോന്നുകയാണ്. എങ്ങനെ ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്നുള്ള ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് കപ്പും ക്യൂൺ ഓഫ് കപ്പും എല്ലാം കൂടെ അങ്ങനെ സ്നേഹം അണഞ്ഞു കവിഞ്ഞ് തുളുമ്പുക. അടുത്തത് 2 ഓഫ് പെന്റിക്കലാണ്. എന്ന് വെച്ചാൽ 2 സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് പറ്റിപ്പോയ എന്തൊക്കെയായിരുന്നു എനിക്ക് പറ്റിപ്പോയത്, എങ്ങനെ ഞാൻ ഇങ്ങനെയല്ല, ഇത്രയും ഞാൻ കൺട്രോളിലുള്ള വ്യക്തി എങ്ങനെ ഇതിൽ പെട്ടുപോയി, കൺഫ്യൂഷൻ ആയത് എന്തുകൊണ്ട്, ബാലൻസ് പോവാതെ ഞാൻ എന്തെല്ലാം മാർഗത്തിലേക്ക് കൂടിയാ പോയേ. അതുകൊണ്ട് ഒരു ബാലൻസ് കൊണ്ടുവരണം. ഒരു ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ ജഗ്ലിങ് ആയിപ്പോയ എനിക്ക്. ഏത് തരം അട്രാക്റ്റ് ആണ് ഞാൻ സ്വീകരിക്കേണ്ടത്, ഏതാണ് എൻ്റെ ശരിക്കും ഉള്ളത് എന്നൊക്കെയുള്ള മനസ്സിൽ അങ്ങനെ തോന്നിപ്പോയി. അതാ സംഭവം. മനസ്സിലാകെ ജഗ്ലിങ്. ഞാൻ ഏതിൽ പോയാലാണ് എനിക്ക് എങ്ങോട്ട് പോയാലാണ് എനിക്ക് നന്മ, ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാം കൂടെ കൺഫ്യൂഷനായിപ്പോയി. അടുത്തത് പേജ് ഓഫ് പെൻഡിക്കലാണ്. പേജ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ഫോക്കസ്, നിങ്ങളെന്ന ഫോക്കസ് മാത്രം. എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് 2 തല്ല് കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ വരും എന്നെ. ഈ റിലേഷൻഷിപ്പ് ലോക്കാക്കി വെക്കണം. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ വന്ന് കാല് പിടിച്ചിട്ടാലും ഞാൻ നിന്നെ നേടുന്നാണ് പറയുന്നത്. എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് വരുന്നതാണ് പേജ് ഓഫ് പെൻഡിക്കൽ. അത്രയും ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തൂല എന്നുള്ള ഉറപ്പോടുകൂടെ വരുന്നൊരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. എന്ത് സംഭവിച്ചാലും നിങ്ങളെ നേടണം. ചെയ്തു പോയതിനെല്ലാം മാപ്പ് പറഞ്ഞിട്ടായാലും. അടുത്തത്
എയ്റ്റ് ഓഫ് കപ്പാണ്. നിങ്ങൾ മൂവ് ഓൺ ആയി പോവോ, അങ്ങനെയുള്ള ഭയം. നിങ്ങളെ ഒന്നും കെയർ ചെയ്യാതെ നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കാണ്ട് പോയതല്ലേ, അങ്ങനത്തെ പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂവ് ഓൺ ആയി പോവോ, ഒരു മരവിച്ചൊരവസ്ഥ, മനസ്സിൽ പേടിയാവുന്നു. നിങ്ങൾ ഇനി പോയിട്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടാവോ എന്നല്ല ഉള്ളൊരു ഭയം. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അത്രയും വിഷമിക്കുന്നൊരു വ്യക്തി. ഏജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും നഷ്ടബോധം. നിങ്ങൾക്ക് ഇനി വേറെ തേർഡ് പാർട്ടിയെല്ലാം ആയിപ്പോയോ എന്നൊക്കെയുള്ള, എൻ്റെ സ്ഥാനത്ത് വേറൊരാൾ അവിടെ ആയിട്ടുണ്ടാവോ, അങ്ങനെ ഒരു മനസ്സെന്നുള്ള അത്രയും സംഘർഷം അനുഭവിക്കുന്നു. എങ്ങനെയാ ഇതിലൊരു മാറ്റം വരുത്തി എടുക്കണമല്ലോ. അടുത്തത് 5 ഓഫ് കപ്പാണ്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിക്കുന്നു, അത്ര ദുഃഖിക്കുന്നു. ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് 5 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അത്രയും മറ്റൊന്നും നോക്കാതെ കണ്ട് ദുഃഖിച്ച് ഇരിക്കുക, തനിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇതിൽ നിന്നെല്ലാം മറവി കിട്ടിയിട്ട് ദുഃഖത്തിൻ്റെ എന്താണ് ചെയ്തത്, എന്തെല്ലാം നടന്നു പോയത്, നിങ്ങളെ പാസ്റ്റിലെ ഇതെല്ലാം ഓർക്കുമ്പം മനസ്സങ്ങനെ പൊട്ടുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ എഫേർട്ടും ഇടുന്നുണ്ട്, റിസൾട്ട് കിട്ടിയില്ല, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ത് ഇഷ്യൂ ഉണ്ടായാലും എന്നും പ്രയത്നിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ആ വ്യക്തി. നിങ്ങൾക്ക് വേണ്ട വാല്യൂ ഞാൻ തന്നില്ല, അതാണ്. ഇമോഷണലി ആ വ്യക്തി ഇപ്പം വളരെ വീക്കാണ്. ഇത്രയും എന്നാലും ആ വ്യക്തി റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചാലും സംഭവിച്ചോട്ടെ. 5 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ദുഃഖത്തിൽ നിങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ്. കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു വ്യക്തി, എത്രമാത്രം ദുഃഖിക്കുന്നത്. മൂവ് ഓൺ ആയി പോയോ, ഡൈനോസോറും 5 ഓഫ് കപ്പും. അപ്പം ആ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നിനും കഴിയുന്നില്ല. അങ്ങനത്തെ തെറ്റല്ലേ നിങ്ങളോട് കാണിച്ചു പോയിരിക്കുന്നത്. തിരിച്ചു വന്നാൽ ഗെറ്റ് ഔട്ട് അടിക്കുമോ, എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് ആ വ്യക്തിക്ക് ഒരു പിടിയുമില്ലല്ലോ. അവിടെയാണ് സ്വർഗം വിചാരിച്ചിട്ടാണല്ലോ പോയത്. അവിടെ സ്വർഗമല്ല നരകമാണ് എന്നുള്ളത് യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുത്തു. അത് ശരിയായ നരകത്തിലേക്കായിരുന്നു പോയി ചാടിയെന്നുള്ളത് തിരിച്ചറിവ് യൂണിവേഴ്സ് കൊടുത്തു. പിന്നെ എന്തു മുഖവും വെച്ചിട്ടാ വരിക, ഏത് മുഖം വെച്ചിട്ട് വരും? അടുത്തത് സ്റ്റാറാണ്. ഒരു വിശ്വാസം യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്, പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ജനനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുഞ്ഞ് ജനിക്കാനും ഒരു കുഞ്ഞെല്ലാം വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാവാനും അതിനെല്ലാം ഒരു ചാൻസാണ് സ്റ്റാർ കാർഡ് പറയുന്നത് കേട്ടോ. വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ഒരു കുഞ്ഞെല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ വ്യക്തിക്കൊരു വിശ്വാസം യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്, പ്രതീക്ഷ. നിങ്ങളിൽ തന്നെ തിരിച്ചു വരും, തിരിച്ച് ഞാൻ അവിടെ തന്നെ എത്തി നിങ്ങളെ നേടും എന്നുള്ള ഒരു ആത്മവിശ്വാസമെല്ലാം യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്. തീരെ ഡൗൺ ആയി പോകുന്നുണ്ടായിരുന്നു 5 ഓഫ് കപ്പിൽ. അത്രയും ഞാൻ പോയിട്ടാകുമ്പോൾ ഞാൻ ഫുള്ളായി പോവോ, ഞാൻ തിരിച്ച് അയക്കുമോ എന്നൊക്കെയുള്ള ഡൗൺ ആവുന്നെടുക്കാൻ യൂണിവേഴ്സ് കുറച്ച് ശക്തി, മനസ്സിന് പവർ കൊടുക്കുന്നുണ്ട്. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, നിനക്ക് പറ്റും, നീ പൊയ്ക്കോ എന്നുള്ള യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ സ്റ്റാർ കാർഡ് വന്നത്. ഈ ബന്ധത്തിലൊരു പ്രതീക്ഷയുണ്ട്, നീ പോട് എന്ന് പറഞ്ഞിട്ട് ഒരു വെളിച്ചം കൊടുക്കുന്നുണ്ട്. അത്രയും നെഗറ്റീവായ ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇവിടെ 2 ഓഫ് കപ്പും സൺ കാർഡെല്ലാം വന്നിരിക്കുന്നത്. ആ വ്യക്തിനെ അങ്ങനത്തെ ഓരോ നെഗറ്റീവിൽ ആ വ്യക്തിനെ തള്ളി കൊണ്ടുപോയതാണ് പല ഇതും കാണിച്ചിട്ട്. അപ്പം എങ്ങനെയാലും ഭാവിയിൽ നിനക്ക് കിട്ടുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തി അതുപോലെ മനസ്സിനൊരു ശക്തി വരുമ്പോൾ നിങ്ങളിലേക്ക് വരികയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥ ആ വ്യക്തിക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ സംഭവിച്ചത് എന്താണെന്നുള്ളത് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത് അന്നേരമാണ് ഈ വ്യക്തിക്ക് ഒരു വെളിച്ചം വരുന്നത്. മനസ്സിനൊരു ധൈര്യവും ശക്തിയും കൊടുക്കുന്നത് യൂണിവേഴ്സ് ഇട്ട് കൊടുക്കുന്നതാണ്. അടുത്തത് 2 ഓഫ് വൺസ് ആണ്. 2 വൺസ് എന്ന് വെച്ചാൽ
ഫാഷനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച് ഉറച്ചു നിൽക്കുന്നത്, ഒരു സ്പാർക്കായ സ്നേഹം നിങ്ങളോട് യൂണിവേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞു പോയതെല്ലാം മനസ്സിൽ, എന്തായാലും നീ പോയാൽ നിന്നെ റിജക്റ്റ് ചെയ്യില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഴിഞ്ഞ നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ നടന്ന ആ സ്നേഹമായ രംഗങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. എന്തായാലും എൻ്റെ വ്യക്തി എന്നെ സ്വീകരിക്കും, എനിക്ക് മാപ്പ് തരും എന്ന ഒരു മനസ്സിന്. അപ്പം നിങ്ങളിലേക്ക് ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിച്ച് ആ വ്യക്തി വരികയാണ്. ഇവിടെ വന്നല്ലേ പറ്റൂ, ഇവിടെ 2 ഓഫ് കപ്പ് അല്ലേ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ലേ, നിങ്ങളെ ഒഴിഞ്ഞു പോകേണ്ടവരല്ലല്ലോ. അപ്പം എന്ത് വന്നാലും മുന്നോട്ട് തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിട്ട് നിങ്ങളിലേക്ക് തന്നെ ഒരു മനസ്സിനൊരു ധൈര്യമെല്ലാം കിട്ടിയിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരികയാണ്. ഫോളോ ചെയ്യുന്ന നിങ്ങളെന്ന വ്യക്തിയെ മാത്രം നോക്കി അതിലേക്ക് തന്നെ കണ്ണു നട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ 2 ഓഫ് വൺസ്. അതിലേക്ക് തന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങളെ തന്നെ ഫോളോ ചെയ്ത് വരുന്നത്. അടുത്തത് ചാരിയറ്റാണ്. ഒരു പുനർജന്മം കിട്ടിയ പോലെ ആ വ്യക്തിക്ക് തോന്നുന്നു. ഇനിയൊരു പുനർജന്മമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. മുന്നോട്ട് പോകാൻ സമയമായി, മുന്നോട്ട് പോകാനാണ് ഉന്തി വിടുകയാണ് യൂണിവേഴ്സ് ആ വ്യക്തിയോട്. എത്രയും വേഗം നിങ്ങളുടെ മനസ്സ് അത്രയ്ക്ക് വേദനിക്കുന്നുണ്ട്. കർമ്മഫലം എന്താണ് അതൊക്കെ തീർന്നിട്ട് ഇനി യൂണിവേഴ്സ് തള്ളി വിടുകയാണ്. ഒരു ഡിസിഷനുമായിട്ട് നിങ്ങളിലേക്ക് ആ വ്യക്തി വരികയാണ്. നമ്മളൊരു പുനർജന്മത്തിലേക്കാണ് പോകുന്നത്. ഇതുവരെ കഴിഞ്ഞ എൻ്റെ തെറ്റുകളെല്ലാം നീ മറക്ക്, ഞാൻ എന്ത് വേണം നീ എന്നെ ചെയ്തോ, പക്ഷെ നീ എന്നെ സ്വീകരിക്കണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയി ആ വ്യക്തി അത്രമാത്രം ആ വ്യക്തിനെ അടിമുടി മാറ്റി യൂണിവേഴ്സ് കേട്ടോ. നിങ്ങൾ എന്താണ് പറയുന്നത് അതനുസരിച്ച് ജീവിക്കാനാണ് ആ വ്യക്തി വരുന്നത്. നിങ്ങളുടെ ഒരു ദാസനായിട്ട് നിൽക്കാൻ പോലും ആ വ്യക്തിക്ക് ഇഷ്ടമാണ്. അത്രക്കും നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിൽ ആ വ്യക്തിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ശരിയായ തേർഡ് പാർട്ടീൻ്റെ രൂപം കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്താണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എന്തൊരു നല്ല സ്നേഹമായിരുന്നു. എന്നെ മാത്രം സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തിനെ വിട്ടിട്ടാണ് ഞാൻ ഈ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന്. തേർഡ് പാർട്ടീൻ്റെ തനി രൂപം ആടെന്ന് മനസ്സിലായ വ്യക്തി ആ വ്യക്തിനെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും തേർഡ് പാർട്ടി. അതാണ് ആ വ്യക്തിക്ക് കറക്റ്റ് മനസ്സിലായിട്ടുള്ളത്. ആ വ്യക്തി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരാൾക്കും തടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ തീരുമാനമായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജകുമാരൻ്റെ പ്രൗഢിയോടും കൂടെ നിങ്ങളിലേക്ക് വരികയാണ്. അത് എടുത്തിട്ട് തന്നെ ആ വ്യക്തി തിരിക്കുള്ളൂ. അത്രയും ഉറപ്പോടുകൂടെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്. ഇതുവരെ പറ്റിപ്പോയതെല്ലാം പറ്റി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തി പശ്ചാത്തപിച്ച് വരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇനി സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ടവറാണ്. എല്ലാം ഇതുവരെ ഉള്ളതെല്ലാം അവസാനിച്ച് ഇതുവരെയുള്ള സംഭവം ഇനി ഓർത്തിരിക്കാനേ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് പറഞ്ഞിട്ട് ഇനി ആ വ്യക്തി തിരിച്ചു വന്നിട്ടാകുമ്പം അത് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റണ്ടാക്കാൻ പാടില്ല. ഇതുവരെ ഉള്ളതെല്ലാം എൻഡായി. ഇനി ഒരു പുതിയൊരു ലൈഫ് സൺ കാർഡ് 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്, അതുപോലെയുള്ള സ്റ്റാർ കാർഡ് വന്നിരിക്കുന്നത്, അപ്പം ഏസ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. അപ്പം ഇനിയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ പഴയത് പറഞ്ഞിട്ട് ഇനി അടി ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഒരു പുതിയൊരു ലൈഫായിരിക്കണം. ആ വ്യക്തിയുടെ കർമ്മയാണ് ആ വ്യക്തി അവസാനിപ്പിച്ചിട്ട് ആ വ്യക്തിയുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ വ്യക്തിനെ സ്വീകരിക്കാമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. I was my fault, but I blamed you. അത് എൻ്റെ തെറ്റായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. You speak to me through music. സംഗീതത്തിലൂടെ നീ എന്നോട് സംസാരിക്കുന്നു. പാട്ടെല്ലാം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നു. We will be together again. നമ്മൾ വീണ്ടും ഒരുമിച്ചായിരിക്കും.
സി വയനാട്. കോഴിക്കോട് ഡി. ജനുവരി ആയില്യം. ആർ അനിഴം. സോൾമേറ്റ് ഉത്രാടം. കോട്ടയം ഡിസംബർ. രേവതി അക്കൗണ്ടന്റ്. തിരുവാതിര നവംബർ. എസ് ആലപ്പുഴ. കൊല്ലം ഐ. എം തൃശൂർ. പൂരുട്ടാതി ഡ്രൈവർ. തൃക്കേട്ട ആലപ്പുഴ. പൂരം ഒക്ടോബർ. ചെന്നൈ ആക്ടർ. കൊല്ലം തിരുവോണം. അത്തം പി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇതായിരിക്കെല്ലാം റെസനേറ്റ് ആവുന്നത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.